പള്ളുരുത്തി ഭവാനീശ്വര ക്ഷേത്ര മുറ്റത്ത് നടക്കുന്ന ഉത്സവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇവിടെ ജാതി മത വർണ്ണ ഒരു വ്യത്യാസവുമില്ലാതെ മുഴുവൻ ജനങ്ങളും ഇവിടെ ഒത്തുചേരുന്നു. കാരണം ഇപ്പം ഞങ്ങളൊപ്പം നിൽക്കുന്നത് എല്ലാം ഞങ്ങൾ STPI 91 ബാച്ചിൽ പഠിച്ച ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഇത് വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഞങ്ങളെല്ലാം ഇത്തരം സന്ദർഭങ്ങളിൽ ആ കളിമുറ്റത്തിൻ്റെ ഓർമ്മകൾ പങ്കിടാനും ഇവിടെ കൂടും. ഇതൊരു അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിന് മറ്റൊരു വ്യത്യാസമില്ല. മുഴുവൻ ജനങ്ങളുടെയും ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും നേരത്തെ പറഞ്ഞൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട, പലരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉത്സവത്തോടൊപ്പം തന്നെ തങ്ങൾ പഠിച്ചു വളർന്ന ആ സ്കൂൾ മുറ്റത്ത് ഒരുമിച്ച് ചേരുക എന്നുള്ള ഒരു വലിയ സന്തോഷത്തിന്റെ ദിനം കൂടെയാണെന്ന്. അതെ, ഇവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ല, ജാതി മത വ്യത്യാസമില്ല. ഞങ്ങൾ വിവിധ കക്ഷികളിൽപ്പെട്ടവരുണ്ട് ഇവിടെയൊക്കെ. പിന്നെ ഈ മണ്ണിൻ്റെ പ്രത്യേകത അതാണ്. ഗുരുദേവൻ്റെ പാദസ്പർശം കൊണ്ട് പുണ്യമായ ഒരു മണ്ണാണ്. അപ്പോൾ ഇവിടെ ഒത്തുചേരുക എന്ന് പറഞ്ഞ ഒരു സൗഭാഗ്യമാണ്. ഇവിടെ ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒക്കെ ഒരു വലിയ ഭാഗ്യമാണ്. അതാണ് ഞങ്ങൾ ഇതിന് കാണുന്ന ഒരു പ്രത്യേകത. എന്ത് തോന്നുന്നു ഈ ഒരു ഉത്സവ ദിനത്തിന്റെ സന്തോഷം എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? ഇതിനകത്തുള്ള ഒരു ആഹ്ലാദം, ഒരു മനസ്സിനൊരു സുഖം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഗുരുദേവൻ്റെ പാദസ്പർശത്താൽ പവിത്രമായ ഈ ശ്രീ ഭവാനീശ്വര ക്ഷേത്രം, ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ 1901 ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രം അക്കാലം മുതൽ ഈ നിമിഷം വരെ അതിൻ്റെ ആ ഉത്സവത്തിൻ്റെ മഹിമ വർദ്ധിച്ചു വരുന്നതല്ലാതെ കുറഞ്ഞു പോയിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ മോടി. പിന്നെ കാലഘട്ടത്തിൻ്റെ ചെറിയൊരു വ്യത്യാസം അതെവിടെയും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും എൻ്റെ ബാല്യം മുതൽ ഞാൻ 1ാം ക്ലാസ് മുതൽ പഠിച്ചു വളർന്ന ഈ മണ്ണിൽ ഇന്നും ഞാൻ ഈ പ്രായത്തിലൂടെ നിൽക്കുക, ആ മണ്ണിൽ നിൽക്കുക, അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. പ്രത്യേകിച്ച് ഈ ഉത്സവ നാളിൽ ഈ പള്ളുരുത്തി ദേശത്തുനിന്ന് വിവിധ മേഖലകളിലേക്ക് വിവാഹം കഴിച്ചു പോയവരുണ്ട്, വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നവരുണ്ട്. ഈ കുടുംബങ്ങളെല്ലാം ഒത്തുകൂടുന്ന ഒരു അപൂർവ നിമിഷമാണ് ശ്രീ ഭവാനീശ്വരൻ്റെ ഈ ഉത്സവം. ചെറുപ്പകാലത്ത് ഇവിടെ വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റും. അതോടൊപ്പം മറ്റ് കുടുംബക്കാരെല്ലാവരെയും കാണാൻ പറ്റും. നമ്മുടെ ഇവിടെ നിന്ന് വിവാഹം കഴിച്ച് പോയി അന്യദേശത്ത് പോയവരുണ്ട്, അവർ തിരിച്ചു വരുന്ന ഈ ഉത്സവ സമയത്ത് ഇവിടെ വരും, അവരെല്ലാവരും വരും. അപ്പോൾ നമ്മുടെ കണ്ടു മറന്നവർ, നമ്മുടെ ഇവിടെ നിന്ന് വിട്ട് വേറെ ദേശത്ത് പോയി താമസിച്ചവർ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു ദിനമായിട്ടാണ് ഈ ഉത്സവത്തിൻ്റെ ഇതായിട്ട് കാണുന്നത്. അപ്പോൾ അന്ന് എല്ലാവരെയും കാണുക, നമുക്ക് സന്തോഷം പങ്കിടുക, ആ ഓർമ്മകൾ പുതുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കാറുണ്ട്. ഈ ഉത്സവത്തിന് വന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു മാറ്റം തോന്നിയിട്ടുണ്ട്? ഉത്സവാഘോഷങ്ങൾക്ക് വന്ന എന്തെങ്കിലും മാറ്റങ്ങൾ? ഉത്സവം ഉണ്ട്. അത് കാലഘട്ടത്തിനനുസൃതമായിട്ട് ഉത്സവങ്ങളുടെ രീതിയിൽ പരിഷ്കരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പറയാം, നമ്മൾ മിമിക്രി, അതുപോലെ ബാലെ, നാടകം എന്നുള്ളത്. അപ്പോൾ നാടകത്തിനെയും ബാലയുടെയും കാലഘട്ടം കഴിഞ്ഞു, അതിൽ നിന്ന് മാറി. അപ്പോൾ പിന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതാണ് ഉത്സവം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രകലകളിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്നുള്ള രീതിയിലേക്ക് വന്നു. കാരണം ക്ഷേത്രകലയിൽ മാത്രമാണ് മാറ്റമില്ലാത്തതും ആളുകൾ അധികം ഇപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നതുമായ. ഇപ്പോൾ നമുക്ക് മിമിക്രി തന്നെ വെച്ചാൽ ഇത് നമുക്ക് കേട്ടുപഴകിയ എന്താ പറയുക തമാശകളാണ് വീണ്ടും വീണ്ടും വരുന്നത്. ആളുകൾ ബോറടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉത്സവ പറമ്പിൽ നിന്ന് ആളുകൾ പിന്നോക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ കാണുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കാലോചിതമായി അല്ലെങ്കിൽ അതിനനുസൃതമായ രീതിയിൽ ഒരു പരിഷ്കരണം കലയിലും ഉണ്ടാകണം. അല്ലെങ്കിൽ ക്ഷേത്രകലകൾ വീണ്ടും പഴയ രീതിയിൽ നിന്ന് പുതിയ തിരിച്ചു വരണം എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.